ചാലക്കുടി നഗരത്തിലിറങ്ങിയ പുലിയെ മൈക്ക് വെടിവെച്ച് പിടികൂടണമെന്ന സനീഷ് കുമാർ ജോസഫ് MLA ഇന്നലെ കാടുകുറ്റി കുറുവക്കടവിൽ വളർത്തുനായെ പുലി ആക്രമിച്ചു. അതിനിടെ ഇടുക്കി വണ്ടിപ്പെരിയാറിലും പുലി ഇറങ്ങി. ചാലക്കുടിയിൽ വിവിധ മേഖലകളിൽ പുലി ഇറങ്ങിയിട്ട് 2 ആഴ്ചയായി. അതിനിടെയാണ് ഇന്നലെ രാത്രി കുറുവക്കടവ് സ്വദേശി ജനാർദ്ദന മേനോന്റെ വീട്ടിലെ വളർത്തുനായെ പുലി കടിച്ചത്. വീട്ടുകാർ ടോർച്ചടിച്ചതോടെ നായയെ ഉപേക്ഷിച്ച പുലി ഓടി മറഞ്ഞു. ഒച്ച കേട്ട് തുറന്നു പോയി. ഇത് ജനല വന്ന് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഈ പുലി ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കണം. അപ്പം എൻ്റെ വിചാരം വേറെ ഏതോ ഒരു പട്ടി വന്ന് കടിക്കണമെന്ന്. പിന്നെയും നോക്കിയപ്പോൾ പുലിയാണ്. എനിക്ക് ആകെ ശരീരം മുഴുവനും വിറച്ചിട്ടും വേണ്ടായില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അത് കഴിഞ്ഞ് ഒച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ പോയി. കഴുത്തിലും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ നായ അവശ നിലയിലാണ്. മുഖത്ത് കടിച്ചു പിടിച്ചേക്കുന്ന കാരണം ബ്ലഡ് കുറേ പോയിട്ടുണ്ട്. ആ ബ്ലഡ് കുറച്ചവിടെ കിടപ്പുണ്ട്. പിന്നെ അത് ഞങ്ങൾ ചെല്ലുമ്പം പട്ടി ചത്തു എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ കുറേ നേരം അടിച്ചൊരു കഴിഞ്ഞപ്പിക്കും ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റു. പിടിച്ചത് പകുതി ബെൽറ്റുമേയായിരുന്നു. ആ ബെൽറ്റ് കൊണ്ട് ബെൽറ്റ് ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. കൂടുതൽ ഉദ്യോഗസ്ഥരെയും RRT സംഘത്തെയും എത്തിച്ച പുലിയെ കണ്ട മേഖലയിലാകെ പ്രത്യേക ഡ്രൈവായി തെരച്ചിൽ നടത്തണമെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്. നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് മന്ത്രിയോടും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് വാർഡിൻ്റെ അടുത്തും ഇനി ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. കൂടുതൽ ഫോഴ്സിനെ ഇട്ട് ഒരേ സമയത്ത് ഇതിനെ കണ്ടതായിട്ട് സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ ഒരു മാസമായിട്ടുള്ള തിരച്ചിൽ നടത്തി ഇതിനെ പിടിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതിനിടെ വണ്ടിപ്പെരിയാർ ST നഗർ ഭാഗത്ത് പുലി ഇറങ്ങി. ഒരാഴ്ചക്കിടെ 3ാം തവണയാണ് പ്രദേശത്ത് പുലിയെ കാണുന്നത്. പുലിയെ പിടികൂടാനാകാതായതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. 24 തൃശൂർ.